വേദനകൾ ആത്മാവെടുത്തു മാറ്റുന്നു, ആത്മാവെടുത്തു മാറ്റുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിന്ദിക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിന്ദിക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ദൈവത്തിന്റെ ഗുണരഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ഒരുങ്ങിടുന്നു. ദൈവത്തിന്റെ ഗുണരഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ഒരുങ്ങിടുന്നു. ആത്മാവിൽ ഒരുങ്ങിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ദൈവത്തിന്റെ ഗുണരഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ഒരുങ്ങിടുന്നു. ആത്മാവിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ഒരുങ്ങിടുന്നു. എല്ലാവരും ദാഹത്തോടെ ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Lord, thank you Lord. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ സംശയങ്ങളും ഊഹാപോഹങ്ങളും ഉള്ളത്. പരിശുദ്ധാത്മാവേ, കാണപ്പെടാത്ത ആ മേഖലയാണത്. ഞങ്ങൾക്കതിനെക്കുറിച്ച് ഇപ്പോൾ പഠിപ്പിക്കണേ. ഞങ്ങളിതാ തുറന്ന മനസ്സോടെ അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഈശോ പറഞ്ഞു, ആദ്യം നിങ്ങൾ ദൈവരാജ്യവും നീതിയും ദൈവനീതിയും അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ശരി തമാശയായിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ മതി. ആദ്യ ധ്യാനങ്ങളെല്ലാം നമ്മൾ കൂടുമ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ടില്ല. ഞാനിങ്ങനെ വിസ കിട്ടാണ്ട് വളരെ വിഷമിച്ചിരുന്നപ്പോൾ, ജോലിയില്ലാണ്ട് വിഷമിച്ചിരുന്നപ്പോൾ ധ്യാനം കൂടി വീട്ടിൽ ചെന്നപ്പോൾ വിസ കിട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കിട്ടുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. നമ്മളൊരു ഒരു തീർത്ഥാടനത്തിന് പോകുകയാണെങ്കിൽ ആദ്യം എന്താണ് ചിന്തിക്കുന്നത്, തീരുമാനിക്കേണ്ടത്? ആദ്യം എന്താ തീരുമാനിക്കേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? അവസാനത്തെക്കുറിച്ചാണ്. ഇതാണ് ഒരു സ്പിരിച്വൽ ഡൈനാമിക്സ്. ആത്മീയതയുടെ ഒരു പ്രത്യേകതയാണ്. ആത്മീയമായ എന്ത് കാര്യത്തിനും ആദ്യം തീരുമാനിക്കേണ്ടത് അവസാനം എവിടെ ചെന്ന് എത്തും എന്നുള്ളതാണ്. മനസ്സിലായ? ആദ്യം എന്താ തീരുമാനിക്കേണ്ടത്? അവസാനം എവിടെ എത്തും. അതാദ്യം മനസ്സിലാക്കിയാലേ നമ്മുടെ ഈ തീർത്ഥാടനത്തിന് ഒരു ഡയറക്ഷൻ തന്നെ കിട്ടുള്ളൂ. ഒരു നല്ല ലോജിക്കല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരു പർവ്വതത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ, വിതൗട്ട് റിയലി ഗോയിങ് ടു ദ ടോപ്പ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. ആദ്യം നിങ്ങൾ ദൈവരാജ്യവും ദൈവനീതിയും എന്തെന്ന് അന്വേഷിക്കുവിൻ. അത് ഒന്ന്. മറ്റൊന്ന് അതിനകത്തുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു വാക്കാണ്, അച്യുതണ്ട്. ദൈവരാജ്യവും ദൈവനീതിയും മനസ്സിലായി കഴിയുമ്പോഴാണ് പിന്നെ ബൈബിൾ പഠിക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമായിട്ട് മനസ്സിലാവും. ഇപ്പം തന്നെ നിങ്ങൾ ബൈബിളിലെ വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇതിങ്ങനെയാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഞാൻ ഒരു പഠന പദ്ധതി കാണിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ നോക്കാം. ഇപ്പം ഞാൻ ഈ തീമിലേക്ക് വരികയാണ്. മരണാനന്തര ജീവിതമാണ് ദൈവരാജ്യത്തിൻ്റെ ദൈവനീതിയുടെ ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എന്നാൽ ദൈവരാജ്യവും ദൈവനീതിയും ഈ ജീവിതത്തിൽ ഇവിടെ വെച്ച് തന്നെ ആരംഭിക്കുന്നു. അതിൻ്റെ പൂർണ്ണമായ സ്വർഗീയ ആസ്വാദനത്തിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കാം. എന്നാൽ അത് ഒരിക്കലും അവസാനമില്ലാത്ത ഒരവസ്ഥയാണ്. ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് നിത്യതയാണത് മുഴുവനും. ആ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് മരണശേഷമാണെന്നും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നല്ല നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വിശ്വാസത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ട് വിശ്വാസത്തിൻ്റെ കരുത്ത്, ഇപ്പോൾ നമ്മൾ കേട്ടു അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള ഒരു കാര്യം എന്തായിരുന്നു? അബ്രാഹം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനിൽ ഉള്ള വിശ്വാസം. അത് അബ്രാഹം എന്ന് പറയാൻ പറ്റില്ല. ദൈവം അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസം എന്ന ദാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉള്ളടക്കം അതാണെന്ന് അബ്രാഹത്തിന് ബോധ്യമാവുകയും അത് പരീക്ഷിക്കപ്പെടുകയും ആ പരീക്ഷണത്തിൽ അബ്രാഹം വിജയിച്ചു. അബ്രാഹം പാസ്സായി. ആ പാസ്സായതിന് ശേഷമാണ് അത് നമ്മളിലേക്ക് പടർന്നിട്ടുള്ളത്. നമുക്ക് നല്ലൊരു സ്റ്റാർട്ടാണ്. അപ്പോൾ ആ മരിച്ചവരുടെ ഉയർപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ, ഇനി അധികവും ഞാൻ ഈ മതബോധന ഗ്രന്ഥത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്ന്, അതാണ് നമ്മൾക്കുള്ള ആധികാരികമായ പ്രബോധനം. നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും ഒരു ഉൾക്കാഴ്ചയിൽ നിന്നല്ല ഇത് പറയുന്നത്. മരിച്ച ആൾ പോയി വന്നിട്ടുമല്ല പറയണേ. നമ്മൾ കേട്ടില്ലേ ലാസറിൻ്റെ ഉപമയിൽ? ലാസറിനെ ധനവാൻ ഒരാൾ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഒരാളെ പറഞ്ഞോട്ടെ. അപ്പോൾ കർത്താവ് പറഞ്ഞത്, അവിടെ നിന്ന് ഒരാൾ വന്നാലും ഈ
നിയമവും പ്രവാചകന്മാരും പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് പറയുമ്പോൾ വേറൊരു ഫരിസേയനായിട്ട് ഞാൻ പറയുകയാണ്, നമ്മളുടെ ഇടയിൽ ഒരുപാട് പേര് പോയി വന്നവർ പറയുന്ന പുസ്തകങ്ങളും എഴുത്തുകളും ഒക്കെ ഉണ്ട്. നിങ്ങളതൊക്കെ വായിച്ചിട്ടുണ്ട് ഇല്ലേ? ഞാനതൊന്നും വായിക്കാറില്ല. അതും ഒരു പോളിസി ആകണം. നിങ്ങൾ എന്ത് വായിക്കണം? കിട്ടുന്നതെല്ലാം വായിക്കണോ? പറയും. കിട്ടുന്നതെല്ലാം വായിക്കണോ? വേണ്ട. നിങ്ങൾ വായിക്കുന്ന മെറ്റീരിയൽ തന്നെ അല്ല അതൊന്ന് അറിഞ്ഞിരിക്കണം നല്ലതാ എന്ന് വിചാരിച്ച് വെറുതെ നമ്മുടെ മനസ്സിൻ്റെ സ്പേസ് കളയണം. എന്തിനാണ്? നമ്മൾ ആധികാരികമായ പ്രബോധനങ്ങൾ വായിക്കണം. ആ ആധികാരികമായ പ്രബോധനങ്ങൾ ഇന്ന് സഭയിൽ എന്തോരം സുലഭമാണ് ഇല്ലേ? ഇത്രയും പിതാക്കന്മാരുടെ പ്രബോധനങ്ങളും വിശുദ്ധന്മാരുടെയും വേദപാരംഗതന്മാരുടെ എല്ലാം പ്രബോധനങ്ങളും എല്ലാം ഉള്ളടക്കം ഉള്ള കാറ്റക്കിസം ഉള്ള പുസ്തകം ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ. ബൈബിൾ മാത്രമല്ല, കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്. അപ്പോൾ ഡോഗ്മാറ്റിക്കായിട്ട് വിശ്വാസ സത്യത്തെ ആസ്പദമാക്കിയിട്ടും സഭയുടെ വളരെ പുരാതനവും ഡിസൈൻമെൻറ്റ് വിവേചിക്കപ്പെട്ടിട്ടുള്ളതും സഭാപിതാക്കന്മാരെന്ന് പറയുമ്പോൾ വിശദമായി വിശദീകരിച്ച് പോവുകയാണ്. എന്നാൽ അത് അറിയണമെന്നതാണ്. സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സഭാപിതാക്കന്മാരെന്ന് ചർച്ച് ഫാദേഴ്സ് എന്ന് പറയുന്നത് അപ്പസ്തോലരുടെ കാലഘട്ടത്തിന് ശേഷം, അപ്പസ്തോലർ യേശുവുമായിട്ട് നേരിട്ട് ഈശോ തിരഞ്ഞെടുത്തവരാണ് അപ്പസ്തോലന്മാർ. ആ കാലഘട്ടത്തിന് ശേഷം യേശുവിനെ നേരിട്ട് കാണാതെ അപ്പസ്തോലന്മാരുടെ കൈവെപ്പ് വഴിയും പരിശുദ്ധാത്മാവിലൂടെയും തിരഞ്ഞെടുക്കപ്പെട്ട് ആ അപ്പസ്തോലിക അധികാരം കൈമാറ്റപ്പെട്ട അവരാണ് ആ അപ്പസ്തോലന്മാർക്ക് ശേഷമുള്ള മറ്റ് അപ്പസ്തോലന്മാർ, അതായത് മാർപ്പാപ്പമാരും ആയിട്ടുള്ളവർ. അതിൽ വളരെ വളരെ അഗ്രഗണ്യരായിട്ടുള്ള അത്ഭുതകരവും വിസ്മയനീയവുമായിട്ടുള്ള സംഭവങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. വെളിപാടിലൂടെയും പ്രവർത്തനത്തിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും വളരെ ശക്തമായ രക്തസാക്ഷിത്വത്തിലൂടെ എല്ലാം അവർ കടന്നു പോന്നിട്ടുള്ളതാണ്. യൂട്യൂബിൽ രക്തസാക്ഷികളെക്കുറിച്ചൊരു സീരീസ് ഓഫ് ടോക്ക് ഞാൻ ഷാലോമിൽ കൊടുത്തത് നമ്മുടെ യൂട്യൂബ് സൈറ്റിലുണ്ട്. ജീവൻ്റെ കവാടം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് ഈ സഭാപിതാക്കന്മാരുടെ ഇതെല്ലാം പഠിച്ചിട്ട് നൽകിയ ഒന്നാണ്. അത് യൂട്യൂബിലുണ്ട്, അത് കേൾക്കണം നല്ലതാണ്. നമ്മുടെ വൈദവൈ ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ യൂട്യൂബ് സൈറ്റിലേക്ക് പോകുമ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് തോമസ് പോൾ കൊടിയൻ KODIYN ചുമ്മാ തോമസ് പോൾ എന്ന് അടിച്ചാലും ആയിരക്കണക്കിന് വീഡിയോ നിങ്ങൾ കാണും. പക്ഷെ അതിൽ പോകരുത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ അത് ആ സബ്ജക്റ്റിൽ നിന്ന് വേറെ സബ്ജക്റ്റിലേക്ക് പോകും. ഒരു ധ്യാനം കംപ്ലീറ്റായിട്ട് എടുക്കാവുന്ന സംവിധാനം ഇതാണ്. യൂട്യൂബ് തോമസ് പോൾ കൊടിയൻ എന്ന സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു പിക്ചർ മാത്രം, ഒരു പാസ്പോർട്ട് ഫോട്ടോ എടുത്തിട്ടൊരു ചാനൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ യൂട്യൂബിലുള്ള നമ്മുടെ ഒരു ചാനലാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലും. അവിടെയും വീഡിയോകളുണ്ട്, കാണരുത്. അതിൻ്റെ ടോപ്പിൽ വീണ്ടും കാണും. അടുത്ത് ക്ലിക്ക് ചെയ്യേണ്ടത് പ്ലേലിസ്റ്റ് PLAYLIST പ്ലേലിസ്റ്റ്. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചാനലിൻ്റെ അകത്ത് ഉള്ള എല്ലാ ധ്യാനങ്ങളുടെയും ഒരു ലിസ്റ്റായിട്ട് നമുക്കിങ്ങനെ കാണാം. ഓരോ ധ്യാനം, ഇപ്പോൾ ഒരു ധ്യാനത്തിൽ 191 വീഡിയോ, ഒരു ധ്യാനത്തിൽ 200 വീഡിയോ, അങ്ങനെ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇവിടെ എഴുതി ഈ ധ്യാനത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്, ട്രിവാൻഡ്രം റിട്രീറ്റ് എന്നാണ്. ട്രിവാൻഡ്രം റിട്രീറ്റ്. അപ്പോൾ അത് ഓൾറെഡി 19 വീഡിയോസ് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ഇനി എല്ലാ ദിവസവും ഞാൻ ഇത് കഴിഞ്ഞിട്ട് രാത്രി ഇതൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാ ധ്യാനവും അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടു കഴിയുമ്പോൾ 1, 2, 3 എന്ന് 200 വീഡിയോ ഉണ്ടെങ്കിൽ 1 മുതൽ 200 വീഡിയോ അതേ ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്ക് നിങ്ങൾ വാട്സപ്പിലൂടെയും
എല്ലാം മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താണെങ്കിൽ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബന്ധുക്കളോട് പറയാം ഈ ധ്യാനം ഇങ്ങനെ കൂടാം. ഇനി ഇത് കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് കൂടി കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുൻപുള്ള ധ്യാനങ്ങൾ ഈ പ്ലേ ലിസ്റ്റിൽ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ താഴോട്ട് വരുമ്പോൾ ജർമ്മനിയിലുള്ള ധ്യാനം, ഫ്രാൻസിലുള്ള ധ്യാനം, അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ ജർമ്മൻകാരോട് എങ്ങനെയാണ് സംസാരിക്കണേ, ജർമ്മൻ ടു ഇംഗ്ലീഷ്, അതെല്ലാം ഇതിനേക്കാൾ ഭയങ്കര ഡെപ്തിലുള്ള ധ്യാനങ്ങളാണ്. കാരണം അത് 9 ദിവസത്തെ ധ്യാനമാണ്. കഴിഞ്ഞ 4, 4, 8 പ്രാവശ്യം 9 ദിവസത്തെ ധ്യാനം കൂടിക്കഴിഞ്ഞവരാണ്. അപ്പോൾ അതൊരു സ്കൂൾ മാതിരിയാണ്. അതിന് ഫെയ്ത്ത് സ്കൂൾ എന്ന് പറയും, ഫെയ്ത്ത് സ്കൂൾ. ശരിക്കും പഠനമാണത്. ശരിക്കും നിങ്ങളിതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറച്ച് കേട്ടിട്ട് മുന്നോട്ട് പോകരുത്, അവിടെ നിർത്തുക. ബൈബിളും കാറ്റഗിസവും തുറന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക, അതുവരെ അത് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് സാവധാനം പ്രൊസീഡ് ചെയ്യുക. സൗകര്യമുള്ളപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, അങ്ങനെ എല്ലാ ദിവസവും കുറച്ച് 1/2 മണിക്കൂർ വചനം പഠിക്കുക. അതിനകത്ത് എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇമെയിലിലൂടെയോ വാട്സപ്പിലൂടെയോ കോണ്ടാക്റ്റ് ചെയ്താൽ ഉടനെ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മറുപടി കിട്ടുന്നതായിരിക്കും. മിക്കവാറും അന്ന് തന്നെ രാത്രി ഞാൻ മറുപടികൾ അയക്കാറുണ്ട്. ഞാൻ തന്നെ പേഴ്സണലായിട്ടാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് വേറെ ഒരു സെക്രട്ടറി ഒന്നും നമുക്ക് ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് യു ക്യാൻ ബി കംപ്ലീറ്റ്ലി അതിൻ്റെ ആ കോൺഫിഡൻഷ്യാലിറ്റി എല്ലാം അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് താഴോട്ട് വരുമ്പോൾ ജീവൻ്റെ കവാടം എന്ന ധ്യാനം, ജീവൻ്റെ കവാടം, അതിലാണ് ഈ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഒരു പരമ്പര ഷാലോമിൽ വന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കുട്ടി ക്യാമറയിൽ എടുത്തതാണ് അതിനകത്ത് ഇട്ടേക്കണത്. ഷാലോമിൻ്റെ പലരും ചോദിച്ചുകൊണ്ടാണ് അത് ഇട്ടത്. അല്ലെങ്കിൽ ഷാലോം എൻ്റെ ഇപ്പോൾ 2ാം വരവ് എന്ന ഒരു സീരീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഷാലോമിൻ്റെ യൂട്യൂബ് ചാനലിൽ പോകണം. ഷാലോം TV എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ, ഷാലോം TVയുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇതേ പ്രൊസീജിയർ വീഡിയോയിൽ പോകാണ്ട് ആ ഷാലോം എന്ന മെയിൻ സൈറ്റിൽ പോയിട്ട് അതിൻ്റെ പ്ലേ ലിസ്റ്റ് നോക്കുമ്പോൾ ആ പ്ലേ ലിസ്റ്റിൽ ഓരോ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ താഴോട്ട് വരുമ്പോൾ 2ാം വരവ് 6 ഇംഗ്ലീഷിലാണ് എഴുതിയേക്കണം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇംഗ്ലീഷിൽ 2ാം വരവ്. ഷാലോമിൽ ചെല്ല് പോകാൻ അത്രേ ഉള്ളൂ ഇപ്പോൾ യൂട്യൂബിൽ. അത് ഞാനത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, കാരണം ഷാലോം പബ്ലിഷ് ചെയ്താണ്. അപ്പോൾ എന്നിരുന്നാലും അവരോട് ചോദിച്ച് ഇനി സാവധാനം നമുക്ക് അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി. അല്ല ഇപ്പോൾ ഈ 2ാം വരവ് മുതലുള്ള പ്രോഗ്രാമുകൾ അവർ തന്നെ ഇപ്പോൾ ഷാലോമിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇറ്റ് ഈസ് മോർ, അവരെല്ലാം അപ്പോൾ ഒരു ടോക്ക് കഴിഞ്ഞാൽ ഉടനെ അത് യൂട്യൂബിൽ ഇടുന്നുണ്ട്, ഷാലോമിൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഷാലോം വേൾഡ് അമേരിക്കയിലുള്ള യൂട്യൂബ് ചാനൽ, അവരുടെ യൂട്യൂബ് ചാനലിൽ നമ്മളുടെ ഒരു ഇംഗ്ലീഷ് സീരീസ് ഉണ്ട്, മാഗ്നിഫിക്ക എന്ന് പറഞ്ഞിട്ട്. അതും നല്ല ഒരു റിച്ച് കണ്ടൻറ്റാണ്, ഇംഗ്ലീഷ് ടോക്കാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ 2ാം വരവിലും ഉള്ള ഒരു പ്രതിഭാസം അത് ഞാൻ തന്നെ 2ാമത് കണ്ടപ്പോൾ, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കണ്ടപ്പോഴാണ് എനിക്കത് ശരിക്ക് മനസ്സിലായത്. ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം ഞാനത് ഈ ടെലിവിഷൻ, അതൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ എല്ലാവരും പറയുന്നു ടെലിവിഷനിൽ ഭയങ്കര ജാടയാണെന്നൊക്കെ. ജാട എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭയങ്കര തടിയുള്ള മാതിരിയുള്ള ഒരാളാണെന്നാണ് ജാട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കണേ. അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ? അല്ലെങ്കിൽ വലിയ പ്രൗഡാണ്, ഗമയാണ്. അതിൻ്റെ ഒരു കാരണം എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ TV എന്ത് TV ആണ്? ഫ്ലാറ്റ് ടെലിവിഷനാണോ? എങ്കിൽ ഞാൻ ജാടയായിട്ടേ തോന്നുള്ളൂ. ഇതൊരു ടെക്നിക്കൽ ആസ്പെക്റ്റാണ്, ഇത് നിസ്സാര കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനത് പറഞ്ഞോട്ടെ, യൂട്യൂബുകാർക്കും അത് മനസ്സിലാവും. നമ്മളുടെ ഇന്ത്യയിലുള്ള എല്ലാ ടെലികാസ്റ്റിങ്ങും പണ്ടത്തെ സ്ക്വയർ ടെലിവിഷനിൽ കാണുന്ന ആ ഫോർമാറ്റിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യുന്നതും
അത് കമ്പൈൽ ചെയ്യുന്നതും അത് സാറ്റലൈറ്റിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതും 4:3 എന്നുള്ള ഒരു സൈസിലാണ്. പക്ഷെ നമ്മൾ മോഡേണൈസ് ചെയ്തു, ടി വി വേറെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഫ്ലാറ്റ് ടെലിവിഷനിൽ വൈഡ് സ്ക്രീനിൽ കാണുമ്പോൾ ഈ സ്ക്വയർ ആയിരിക്കുന്ന ആൾ ഇങ്ങനെയാണ്. അയാളുടെ കംപ്ലീറ്റ് എക്സ്പ്രഷനും ഷേപ്പും എല്ലാം വേറെയാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ പ്രോഗ്രാംസ് കാണുമ്പോൾ നിങ്ങളുടെ ടി വിയിൽ ആ റിമോട്ടിൽ ഒരു സെറ്റിംഗ് ഉണ്ട്. ആ സെറ്റിങ്ങിൽ ഇതിൻ്റെ ഈ വിഡ്ത്ത്, അതിനെന്താ പറയണത്, ആസ്പെക്ട് റേഷ്യോ എന്നോ അവിടെ ഇവിടെയൊക്കെ ഞെക്കി നോക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പിള്ളേരോട് പറയും, ഇവന് ഇതിൻ്റെ ഇതൊന്ന് മാറ്റി തന്നെ, ഇതിൻ്റെ ഷേപ്പ് മാറ്റി തരാൻ പറയും. അപ്പോൾ ആ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നിടത്ത് പല റിമോട്ടിലും പല മാതിരിയാണ്. ചിലയിടത്ത് അതൊരു പിക്ചർ മാതിരി കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ വൈഡും അതിൻ്റെ നടുക്കൊരു വൈഡല്ലാത്തത്. അപ്പോൾ അവിടെ ഞെക്കി കഴിയുമ്പോൾ ഉടനെ കാണും യു വാണ്ട് വൈഡ് ഓർ ഷോർട്ട്. 4:3 നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ ടെലിവിഷൻ നീളം കൂടുതലാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും ബ്ലാങ്ക് ആയിട്ട് സ്ക്വയറായിട്ട് വരും. അപ്പോഴാണ് ഇത് നമ്മുടെ തോമസ് പോളാണല്ലോ, ശരിക്ക് കൃത്യമായിട്ട് കാണാം. അപ്പം നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ ടെലികാസ്റ്റിംഗ് എല്ലാം ഈ സൈസിലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഫോറിൻ ടെലികാസ്റ്റിംഗ്, പ്രത്യേകിച്ച് ശാലോം വേൾഡ് അങ്ങനെയുള്ള ഫോറിൻ EWTN അങ്ങനെ ആയിട്ടില്ല, EWTN ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ് ടെലിവിഷൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കൺവീനിയൻസുകളുണ്ട്. അത് യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്യാം, യൂട്യൂബിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ കംപ്ലീറ്റ് വീഡിയോ നിങ്ങളുടെ വലിയ ടെലിവിഷനിൽ കാണാൻ പറ്റും. അവിടെയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വൈഡ് അല്ലാണ്ട് ചെറുതായിട്ട് സെലക്ട് ചെയ്യുക. പക്ഷെ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ചെറിയ ഐഡിയ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇപ്പം ഇവിടെ നമ്മൾ ടെലിവിഷന് ഷൂട്ട് ചെയ്യണ നേരത്ത് അവരുടെ ആഗ്രഹം ഇംഗ്ലീഷ് പ്രോഗ്രാമുകൾ ഫോറിൻ ഓഡിയൻസ് കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാതിരി കാണട്ടെ. മലയാളം ഓഡിയൻസ്, മലയാളം ഒരുപാട്, അപ്പോൾ മലയാളത്തിൽ ഞാൻ സാധാരണ ഷർട്ടൊക്കെ ഇട്ടാണ്. ഇംഗ്ലീഷ് വരുമ്പോൾ കുറച്ച് പോളിഷ്ഡായിട്ട് ടൈയും കോട്ടും ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കാറ്. ഇപ്പം നിങ്ങളുടെ എല്ലാം ഈ അഭിപ്രായത്തെ ചൊല്ലി അടുത്ത ഷൂട്ടിങ്ങിന് ഞാൻ അതൊന്നും ഇടാണ്ട് വല്ല ബനിയനെ വല്ല ഇട്ട് നിൽക്കാം. എനിക്ക് ഒരു പണ്ടേ മുതലുള്ള ഇതൊക്കെ നമ്മുടെ ഒരു സ്വഭാവമാണ്. പണ്ടേ മുതൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴേ മുതലേ നമ്മൾ ഡ്രസ്സ് ചെയ്യണത് ഒരു സ്റ്റാൻഡേർഡിൽ അങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞ് വചനം പ്രഘോഷിക്കാൻ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, വചനം പ്രഘോഷിക്കണമായിരുന്നു നമ്മൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിലായിരിക്കണം. അതുകൊണ്ട് വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പ്രഘോഷിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാം. ഏതായാലും ഞാനിപ്പോൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു, അടുത്ത് ഈ ഇംഗ്ലീഷ് പ്രോഗ്രാമിന് ടൈയും കോട്ടൊന്നും ഇല്ലാണ്ട് നോക്കാം. പക്ഷെ അവർ പറഞ്ഞില്ല, ഇത് ഇംഗ്ലണ്ടിൽ കാണാനുള്ളതാണെന്ന് പറയും. അതാണ്, ഇംഗ്ലണ്ടുകാരും അമേരിക്കക്കാരും ഒക്കെ കാണാനുള്ളതാണ്. അതുകൊണ്ട് ബ്രദർ എങ്കിലും ഒന്ന് ടൈയും കോട്ടൊക്കെ ഇട്ടൊന്ന് നിൽക്കാനാണ് പറയണത്. എന്ത് വേണം പറയും. അപ്പം ഞാൻ എല്ലാവരുടെയും മധ്യത്തിൽ ഇങ്ങനെ, എനിക്ക് എന്തായാലും കുഴപ്പമില്ല, ഞാനൊരു മേരാനാം ജോക്കർ എന്ന് പറഞ്ഞ മാതിരി. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം ഇത് ഒരു ജനറൽ ആശയങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ടെലിവിഷൻ പ്രഭാഷണം, ഞാൻ കൊടുക്കുന്ന പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനില്ല, ഒരു പ്രത്യേക അതെന്ന് തന്നെ പറയാം. ഞാൻ വളരെ നേരം അങ്ങ് പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ശക്തി കൊണ്ടങ്ങ് നിറഞ്ഞിട്ട് നിന്നിട്ട് ഒറ്റ അടിയാണ്. അരമണിക്കൂർ ഒരു സ്റ്റോപ്പും ഇല്ലാണ്ട്, ഒരു കട്ടില്ല, ബ്രേക്കില്ല, ഒന്നുമില്ലാണ്ട് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുനിന്ന് അങ്ങ് പറയാണ്. ചില സമയത്ത് ഞാനങ്ങ് ഭയങ്കരമായിട്ടങ്ങ് തിളച്ചു പോകും. ഞാൻ ആ ശാലോം വേൾഡിൽ മാഗ്നിഫിക്കകത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ടോക്ക് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വീണ് പോയി. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള പവർ മുഴുവൻ ലോകത്തിലുള്ള എല്ലാവരിലേക്കും അങ്ങോട്ട് ചെല്ലണം എന്നുള്ള
ആ ഫുൾ പവർ എടുത്തിട്ടാണ് പറയണത്. അവിടെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു, വചനം വരുന്നു, കാറ്റഗിസം വരുന്നു, മരിച്ചവരുടെ പാട്ടുകുർബാന വരുന്നു, ഇതൊക്കെ അതിനകത്ത് വരികയാണ്. അത് കഴിഞ്ഞ് ഇതെന്താ ഞാൻ പറഞ്ഞതെന്ന് ഞാൻ വീണ്ടും കേൾക്കുമ്പോഴാണ് എനിക്ക് തന്നെ ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോഴും എനിക്ക് മനസ്സിലായി. രണ്ടാമത് കേട്ടപ്പോൾ എൻ്റെ ദൈവം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ടോക്ക് ഞാൻ വീണ്ടും വീണ്ടും കേട്ടപ്പോൾ ദൈവമേ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു നിറവിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ തിളച്ച് നിന്നിട്ടാണത് പറയണത്. അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയണം. അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ചില സബ്ജക്റ്റുകൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ പഠിച്ച് അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് ആ നേരത്തെ നോക്കിയൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഫീല് പോയി. അപ്പോൾ അങ്ങനെയാണ് അതൊക്കെ വരണത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ